എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള കോളേജ് കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 15-ാം തീയതി വരെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ LBS സെൻറ്റർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് 16-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യത്തെ 1, 2, 3 അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകൾ മാത്രമാണ് അതിനായിട്ട് പരിഗണിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജ് ലിസ്റ്റിൽ ഉള്ള ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതല്ല. ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളേജ് കോഴ്സുകളാണ്. ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാരണം പല വിദ്യാർത്ഥികളും എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നൽകുന്ന കോളേജ് കോഴ്സുകളെയാണ് ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. നിലവിൽ വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് സ്ലോ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു 15-ാം തീയതിക്കുള്ളിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ ചെയ്താൽ മതി. കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് വളരെയധികം സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും നിങ്ങളുടെ ആ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്യുകയും ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അത് കുറച്ച് താഴേക്ക് ആ ഒരു പേജ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ളതിൽ അതിന് സൈഡിലായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്കും കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് കോളേജ് കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു പേജിൽ പോയ ശേഷം നിങ്ങൾക്ക് അവിടെ ഓരോ കോളേജിൻ്റെ പേരും അതുപോലെ തന്നെ അത് സെൽഫ് ഫിനാൻസ് സീറ്റാണോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റാണോ NRI സീറ്റാണോ എന്നത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയായിരിക്കും കാണാനായിട്ട് സാധിക്കുക, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള പേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം. ജസ്റ്റ് രജിസ്റ്റർ ഓപ്ഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ കോളേജിൻ്റെയും നേരെ ആ ഒരു കോളേജ്, അതായത് ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് തന്നെ കൃത്യമായിട്ട് അത് സെൽഫ് ഫിനാൻസ് കോളേജാണോ അല്ലാന്നുണ്ടെങ്കിൽ മെറിറ്റ് സീറ്റാണോ മാനേജ്മെൻറ്റ് സീറ്റാണോ NRI സീറ്റാണോ എന്നിങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടോ, അതിൽ ഫീസ് എങ്ങനെയാണ്, എന്തെങ്കിലും പോലെ ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ആനുകൂല്യം ഉള്ളത് എന്നുള്ളതല്ല. ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിൽ ഈ ഒരു സാധാരണഗതിയിൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC ST അതുപോലെ തന്നെ OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ കൺസെഷൻ ഉണ്ടാകും. അതായത് ഈ ഒരു ഗവൺമെൻറ് കോളേജായാലും അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് SC ST അതുപോലെ തന്നെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു, അതായത് നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അതേസമയം ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ ഇനത്തിൽ 1000 രൂപയാണ് അടക്കേണ്ടതുള്ളൂ. എങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് പിന്നീട് അഡ്മിഷൻ ടൈമിൽ ഏകദേശം 1,00,000 സംതിങ് രൂപ സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് കിട്ടുന്നതെങ്കിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ആ ഒരു പേജ് ഇതിൽ ലോഡായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ ഒപ്പേറ മിനിയോ അല്ല എന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റില്ല ഈ ഒരു മോസില്ല ഫയർഫോഴ്സ് ബ്രൗസർ ഉപയോഗിക്കാം. ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള പേജ് വന്നേക്കാം. ഇത് ക്രോം ആയതുകൊണ്ട് ഇതിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ ഒരു പേജ് ഇതിൽ ഫോൺ ആയതുകൊണ്ട് ലോഡാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു ഭാഗത്തേക്ക് നീക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ജസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അക്ഷയയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഒപ്പേറ മിനിയോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോഴ്സ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അത് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു, അതായത് വെബ്സൈറ്റിലെ അടുത്ത പേജ് നോക്കാൻ പറ്റുന്നുണ്ടോ, അതായത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് അവിടെ ഒരു ബോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിൽ പ്രത്യേകിച്ച് ആ ഒരു ഭാഗം നീക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ നൽകുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത് കോളേജിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കോഴ്സ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, കോളേജ് ടൈപ്പ്, അതുപോലെ ആ ഒരു കോളേജിൽ വല്ല സ്പെഷ്യൽ റിസർവേഷൻ കോട്ടാസ് ഉണ്ടോ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് എല്ലാം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളാണ്. അവിടെ 23,170 രൂപയാണ് ഫീസ് വരുന്നത്. സ്പെഷ്യൽ ഫീസ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് സിമെറ്റിൻ്റെ കോളേജിൻ്റെ നേരെയായിട്ട് GCS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അവിടെ NRI സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ സാധാരണ മെറിറ്റ് സീറ്റ് ഉണ്ട്. മെറിറ്റ് സീറ്റിൽ വരുന്നത് 73,025 രൂപയാണ് ട്യൂഷൻ ഫീസ്. സ്പെഷ്യൽ ഫീസ് 23,300 രൂപയാണ്. അതുപോലെ NRI സീറ്റ് ആണെങ്കിൽ 1,50,000 രൂപയാണ് ഫീസ് വരുന്നത്. സ്പെഷ്യൽ ഫീസ് വരുന്നില്ല. അപ്പോൾ ചില സിമെറ്റ് കോളേജിൽ ഈ ഒരു ഫീസ് NRI കോട്ടയിൽ സീറ്റ് ഫീസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ
ആ ഒരു NRI കോട്ടയിലെ സീറ്റിലാണ് ഈ ഒരു സിമറ്റ് കോളേജിൽ ഫീസിൽ മാറ്റം വരുന്നത്. കാരണം ചില കോളേജിൽ 1,50,000 രൂപ ഫീസ് കാണിക്കുന്നുണ്ട്, എന്നാൽ ചില കോളേജിൽ 1,18,000 ഒക്കെയാണ് കാണിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലും, അതായത് സാധാരണ ഈ ഒരു ഫീസ് ഇനത്തിൽ അത് സെയിം ഫീസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫീസ് നോക്കുക. ഗവൺമെൻറ്റിലാണെങ്കിൽ 23,970 രൂപ, സെൽഫ് ഫിനാൻസ് ഏത് സിമറ്റ് ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ളത് കോളേജ് ആയിരുന്നാലും 73,025 രൂപയും, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് 23,300 രൂപ. അതായത് ടോട്ടൽ ഏകദേശം 1,00,000 സംതിങ് വരുന്നുണ്ട്. NRI കോട്ടയിൽ ഏകദേശം 1,50,000 രൂപ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെയും അത് ഏത് ടൈപ്പ് സീറ്റാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എലിജിബിൾ കമ്മ്യൂണിറ്റി ലാറ്റിൻ കത്തലിക്. അതായത് ഈ ഒരു കോളേജിൽ ലാറ്റിൻ കത്തലിക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു നിശ്ചിത സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ ആ ഒരു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു മൈനോറിറ്റി കോട്ട അനുസരിച്ച് കൊണ്ടാണ് അവർ ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ ആ ഒരു മൈനോറിറ്റി സീറ്റ് അല്ലാത്ത സീറ്റും ആ ഒരു കോളേജിൽ ഉണ്ടാകും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇനി ഇവിടെ വുമൺസ് കോളേജ് ആണെങ്കിൽ അവിടെ വുമൺസ് കോളേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. NRI കോട്ട ആണെങ്കിൽ NRI കോട്ട കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് മാനേജ്മെൻറ്റ് സീറ്റ് ഇങ്ങനെ അറിയാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചില കോളേജ് നോക്കുന്ന സമയത്ത് പ്രൊഫഷണലി ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് താൽക്കാലികമായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനൊക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കോളേജിൻ്റേത്, അതായത് NRI കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോളേജ് നിങ്ങൾ NRI റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളവർ അപ്ലൈ ചെയ്താൽ മതി. കാരണം അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ ആ ഒരു NRI കോട്ടയുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ പോയാൽ അഡ്മിഷൻ കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ NRI ഡോക്യുമെൻറ്റ്സ് വെച്ചവർ മാത്രമേ അവരുടെ NRI സീറ്റിലേക്ക് ഓപ്ഷൻ വെക്കാവൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഏതൊക്കെ കോളേജുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിലവിൽ ഈ ഒരു കോളേജ് സെൽഫ് ഫിനാൻസ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സെൽഫ് എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജാണെങ്കിൽ ഗവൺമെൻറ് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും ഫീ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോളേജ് കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ട്. ബാക്കിയുള്ള കോളേജ് നോക്കുന്ന സമയത്ത് അവിടെ മാനേജ്മെൻറ്റ് സീറ്റാണോ അല്ലെങ്കിൽ അത് മെറിറ്റ് സീറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നൽകിയത് കാണാൻ സാധിക്കും. ഫോർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കോളേജ് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കോളേജസാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും. അതായത് ചില കോളേജസ് മാത്രമാണ് ഇവിടെ മാനേജ്മെൻറ്റ് കോളേജ് സീറ്റ്സ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. വിവിധ കോളേജുകൾ ഉണ്ടെങ്കിലും ആ ഒരു എല്ലാവിധ കോളേജുകളും ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റാണോ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അഥവാ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലെ ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 23,170 രൂപയും സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 1,00,000 സംതിങ് രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിലും ഈ ഒരു രീതിയിൽ 1,00,000 സംതിങ് രൂപയും, NRI സീറ്റാണെങ്കിൽ 1,50,000 രൂപയും. അതുപോലെ തന്നെ നിങ്ങൾ SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലെ മെറിറ്റ് സീറ്റിലും സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 1,000 രൂപ മാത്രമാണ് ഫീസ് വരിക. എന്നാൽ സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു ടോക്കൺ ഫീ ഇനത്തിൽ 1,000 രൂപ മാത്രമാണ് ഫീസ് വരുന്നതെങ്കിലും പിന്നീട് അഡ്മിഷൻ ടൈമിൽ ആ ഒരു ബാക്കി പൈസ ആയിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം ഈ ഒരു 1,10,000 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. 1,10,000 അല്ല, ഏകദേശം 1,00,000 സംതിങ് രൂപ മാത്രമാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പൈസ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ക്രോമിൽ ഈ ഒരു പേജ് ലോഗിൻ ചെയ്ത സമയത്ത് ഈ ഒരു ബാക്കി ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഒന്നും നിലവിൽ ഈ ഒരു പേജിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒപ്പേറ മിനിയോ മോസില്ല ഫയർഫോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ഭാഗം കൂടി ലോഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിലവിൽ ഈ ഒരു ക്രോം ബ്രൗസർ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു പേജ് ലോഡായിട്ട് കാണുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് വെബ്സൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് എന്തെങ്കിലും കൊണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അടുത്തതായിട്ട് ഓപ്ഷൻ എന്നുള്ള ഒരു ബോക്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു ബോക്സ് കാണാം. അതായത് ഇതുപോലൊരു ബോക്സ് കാണാം. അതിൻ്റെ അപ്പുറത്തായിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ അതുപോലെ തന്നെ റിമൂവ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഒന്നാമതായിട്ട് വേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിന് നേരെ ആ ഒരു ബോക്സിൽ ഓപ്ഷൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് ഒന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണ് വേണ്ടത് അതിൻ്റെ നേരെയുള്ള ആ ഒരു ബോക്സിൽ 2 എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ഓപ്ഷൻ നമ്പർ ആയിട്ടുള്ള ഇവിടെ 2 എന്നുള്ള ഓട്ടോമാറ്റിക്കലി വരും.
ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആദ്യം ഗവൺമെൻറ് കോളേജും അതിനുശേഷം എല്ലാ ഗവൺമെൻറ് കോളേജും ഓപ്ഷൻ കൊടുത്ത ശേഷം പിന്നീട് സെൽഫ് ഫിനാൻസ് കോളേജുകളും നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നിങ്ങൾ 1, 2, 3, 4, 5, 6 ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം നൽകാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, പിന്നീട് രണ്ടാമത്തെ തരാൻ പറ്റുമോ, മൂന്നാമത്തെ തരാൻ പറ്റുമോ, ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻ നൽകാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ പ്രയോറിറ്റി ബേസിൽ നൽകണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ നിങ്ങളൊരു 10 ഓപ്ഷൻ കൊടുത്തു എന്ന് കരുതുക. അതിൽ 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഇതിന് താഴെയുള്ള ബാക്കി എല്ലാ ഓപ്ഷനും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ പ്രയോറിറ്റി ബേസിലായിരിക്കും ഓപ്ഷൻ നൽകേണ്ടത്. ഇപ്പോൾ നൽകുന്ന കോളേജുകൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമോ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമോ പുതുതായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ ഇപ്പോൾ ഓപ്ഷൻ നൽകാം. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ചിലപ്പോൾ മാത്രമാണ് പുതുതായിട്ട് ഓപ്ഷൻ നൽകാനുള്ള ഒരു അവസരം ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ വർഷം ആ രീതിയിൽ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, മുൻ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു മാൻഡറ്ററി ഫീസായിട്ട് ഈ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഈ ഒരു കോഴ്സ് ഫീസ് മുഴുവനായിട്ട് അതായത് 23,170 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 25,000 രൂപ, അതായത് കോഴ്സ് ഫീസിൻ്റെ ഒരു നിശ്ചിത ഭാഗമായിട്ടുള്ള 25,000 രൂപയാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ SC, ST, OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപ മാത്രമാണ് അടക്കേണ്ടതായിട്ട് വരിക ടോക്കൺ ഫീ പേയ്മെൻറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം ഓപ്ഷൻ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ആ ഒരു സമയത്ത് ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ റിമൂവ് ചെയ്യാനും, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുള്ള ഏതൊരു കോളേജും ഇപ്പോൾ ആഡ് ചെയ്യാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഓഗസ്റ്റ് 15-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്പർ നൽകിയ ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരികയും പിന്നീട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ ഓപ്ഷനും നൽകി സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ ഓപ്ഷൻസിൻ്റെയും ആ ഒരു PDF രൂപത്തിലുള്ള പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ കോഴ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സ് അതുപോലെ തന്നെ ഈ ഒരു നഴ്സിംഗ് കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷനുകൾ നൽകുക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ വർഷം 1 ലക്ഷം രൂപ ഓരോ വർഷവും ഫീസ് വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അടക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് ആ ഒരു സമയത്ത് തന്നെ, അത് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ട് അടക്കണം. ഒരു ഗഡുക്കളായിട്ട് അടക്കുന്നതിനായിട്ടുള്ള ഒരു അനുമതി നൽകാറില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ മുഴുവൻ ഫീസും അടക്കേണ്ടതായിട്ട് വരാറുണ്ട്. പല വിദ്യാർത്ഥികൾക്കും ആ ഒരു സമയത്ത് ഫീസ് അടക്കാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഓരോ വർഷം 1 ലക്ഷം രൂപ വെച്ച് ഫീസ് കൊടുത്ത് ഈ ഒരു പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 23,170 രൂപയാണ് ഫീസ് വരിക. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് പ്രയോറിറ്റി ഉള്ളതെങ്കിൽ ഗവൺമെൻറ് കോളേജ് മുൻഗണനാ ക്രമത്തിൽ ഓപ്ഷനായിട്ട് നൽകുകയും അതിനുശേഷം മാത്രം സെൽഫ് ഫിനാൻസ് കോളേജ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ